ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന വേപ്പ് ആര്യവേപ്പില ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലും ഒക്കെ പരിസരത്തൊക്കെ ഉണ്ടാവാറുണ്ട്. കിട്ടുമ്പോൾ അല്ലെങ്കിൽ വല്ല കൊമ്പൊക്കെ വെട്ടുകയാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കഴിക്കുന്ന വേപ്പിൻ്റെ ഇല ഒരല്പം പോലും കളയാതെ മുഴുവൻ ഇതുപോലെ എടുത്തിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക. മാക്സിമം ആ വെയിൽ നമ്മൾ യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലത്ത് ഒരു 2 ദിവസം വെക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ നമുക്കത് ഉണങ്ങി കിട്ടും. എത്ര കൂടുതൽ കിട്ടിയാലും നമുക്കത് ഉണക്കി ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഈ ഉണക്കി വെച്ചിരിക്കുന്ന ഈ വേപ്പില ഉണ്ടല്ലോ, നമ്മൾ എന്താണ് തീക്കനലോ അല്ലെങ്കിൽ ചാർക്കോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഒക്കെ കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഉണങ്ങിയ ഈ വേപ്പില നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള കൊതുകിൻ്റെ ശല്യമൊക്കെ നമുക്ക് പോകാനും അതുപോലെ തന്നെ വീട്ടിനകത്ത് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും, ഇത് നമുക്ക് ശ്വസിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊന്നും യാതൊരു അലർജി പ്രോബ്ലം ഉള്ളവർക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിതിനെ മുഴുവനായിട്ട് കുറേശ്ശെ ആയിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് ഇതിനെ നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കിന്നിന് അലർജി ഉള്ളവർക്ക്, എന്തെങ്കിലും അതുപോലെ മുഖക്കുരു വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ, അതുപോലെ തലയിൽ നമുക്ക് ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിനെയും ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. കാരണം ഇതിൽ ചെറിയ എത്ര പൊടിച്ചാലും അതിൻ്റെ ആ ഒരു ഇതൊക്കെ നാര് പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അത്രയും തിന്നായിട്ടുള്ള പൗഡറായിട്ട് നമ്മളതിനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബോക്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ തുളസിയുടെ ഇലയും ഇതുപോലെ ഞാൻ ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുളസിയുടെ പൊടി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഈ ആര്യവേപ്പില കൂടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലേക്ക് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒരു പാക്കറ്റ് ഫുള്ളായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ വെക്കുക. നമുക്ക് മുഖത്തൊക്കെ മുഖക്കുരു വന്നാലും ബുദ്ധിമുട്ടുന്നവർക്കും, മുഖക്കുരു ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ മുഖത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മുഖക്കുരു വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ പോകാനും, അതുപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റ്നെസ് ആവാനും ഈ ഒരു ആര്യവേപ്പില നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ നമുക്ക് സ്കിന്നിൽ വല്ല അലർജി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് നമ്മുടെ ആ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടും. അപ്പോൾ നിങ്ങൾ വേപ്പിലയൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ഉണക്കി പൊടിച്ച് വെക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു സീസണിൽ ഈ ഒരു തുവരപ്പരിപ്പ് നമുക്ക് കിട്ടാറുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു ഇതോടുകൂടി തന്നെയാണ് നമുക്ക് കിട്ടുക. അതൊന്ന് നമ്മൾ ഈ പയർ പോലെയാണ് നമ്മൾ അതിനെ തൊലിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മണിയാണ് ഈ തുവരയുടെ മണിയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എടുക്കുക. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിനും വളരെ നല്ലതാണ്. പക്ഷേ ഇതൊരു സീസണിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ തോല് കളയണത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തലേന്നൊക്കെ ഇരുന്നിട്ട് രാത്രി ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിത് ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തോലുണ്ടല്ലോ, കാരണം ഇത്രത്തോളം നമുക്ക് കിട്ടും. അതിന് ഞാൻ കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒരു തരിതരിപ്പോടു കൂടി തന്നെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിത് അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെടിയിലിടുന്ന വളങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ നമ്മളിത് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. നമ്മൾ ഈ ഒരു തോലോട് കൂടി തന്നെ ഇടുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ട് നമ്മൾ ഈ ചെടികളുടെ, റോസാ ചെടികളാണെന്നുണ്ടെങ്കിലും അടുക്കള തോട്ടമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മൂട്ടിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല വളമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാ റോസാ ചെടികൾ കൂടെ അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കിത് ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ തുവരയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നമ്മളൊന്ന് വെയിലത്ത് കുറച്ച് സമയം ഇതുപോലെ ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നല്ല ഇപ്പോൾ ഈ നമ്മൾ വേപ്പിലൊക്കെ ആയ രീതിയിൽ നല്ലോണം ഉണങ്ങി കിട്ടും. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്ക് എടുത്തിട്ട് ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയുടെ തോലും വേസ്റ്റും ഒക്കെ തന്നെ നമ്മളിതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് നല്ലൊരു വളമായിരിക്കും കേട്ടോ.
പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മൾ ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ നല്ലോണം വെള്ളം ഒഴിക്കാതെ കുറച്ച് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു ഗ്ലാസ്സോളം തന്നെ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി മാവാണെങ്കിലും ദോശ മാവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് ഞാൻ അതിന്ന് ഒരു അര ഗ്ലാസ്സോളം ദോശമാവും ഈ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ചപ്പാത്തിക്ക് നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആട്ടമാവ് എടുത്തിട്ട് നമ്മളിതിനൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കണം എന്നുണ്ടെങ്കിൽ ഓഫാക്കാം. ഞാൻ ഈ തിളച്ച വെള്ളം കുറച്ച് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഈ മാവിൻ്റെ ആ ഒരു എടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് ഞാനിതിനൊന്ന് നന്നായി തന്നെ ഒന്ന് ഈ മാവിനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തോളൂ. നമുക്ക് പത്തിരി പോലെ ഒരുപാട് വെന്ത് കിട്ടണം എന്നൊന്നുമില്ല. പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് മാവ് വാട്ടുമ്പോൾ നല്ലോണം ഒന്ന് വേകാനായിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതിൻ്റെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇഡ്ഡലി മാവോ ദോശ മാവോ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല രീതിയിൽ പൊള്ളി വരാനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ചപ്പാത്തി മാവ് കുഴയ്ക്കാനും നമുക്ക് തീരെ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ ചുടുവെള്ളം ചേർത്തിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിയുടെ മാവ് പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു മാവും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മാവ് കുഴയ്ക്കൽ എന്നുള്ളൊരു നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ കുഴയ്ക്കാനൊന്നും ഒരുപാട് സമയം വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മാവിൽ നനവ് കൂടുതലായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ പരത്താനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മാവ് വല്ലതും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇടിയപ്പം കല്ലിലിട്ടിട്ട് നമുക്ക് നൂലപ്പം വരെ ഉണ്ടാക്കാം കേട്ടോ. ഗോതമ്പിൻ്റെ നൂലപ്പം ഉണ്ടാക്കുമല്ലോ, അത് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ദോശമാവും കൂടെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ അത്രയും മാവ് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നൂലപ്പത്തിനുള്ള ആ മാവ് പിഴിയാനായിട്ടും നമുക്ക് ഒരുപാട് കൈക്ക് ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അരിപ്പൊടിയൊക്കെ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ എടുത്തിട്ട് നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനും പറ്റും. പക്ഷേ ഗോതമ്പ് കൊണ്ടുള്ള നൂലപ്പം നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ എപ്പോഴും ഗോതമ്പ് ചപ്പാത്തി അങ്ങനെയൊക്കെ എപ്പോഴും ഗോതമ്പ് യൂസ് ചെയ്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണമല്ലോ. അപ്പം അതുപോലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനതിവിടെ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ദോശമാവ് ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന വലിയൊരു പണി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.